ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും ജെറമാക്സ് ട്രേഡിംഗ് അക്കാഡമിയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ എന്താണെന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലായതുപോലെ ഈ വീഡിയോയിൽ നമുക്ക് ശക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. സോ ഈ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ട്രേഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എന്നും അതിൻ്റെ പരിചയപ്പെടുത്തലുമാണ്, ഇൻട്രൊഡക്ഷനുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ട്രേഡിങ്ങിന് സിമ്പിളായി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ചാർട്ട് അനാലിസിസ് ടൂളും, അതേപോലെ MT5 എന്ന് പറയുന്ന ട്രേഡ് എൻട്രി ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളും, അൽപാരി എന്ന് പറയുന്ന ബ്രോക്കറുമാണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് ഇവൻ പറയുന്നത്? ഞാൻ സിമ്പിളാക്കി ഞാൻ പറഞ്ഞു തരാം. ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് അത് ചാർട്ട് അനാലിസിസ് ചെയ്ത് ട്രേഡ് നോക്കാനുള്ള ടൂളാണ്. അതായത് ഏത് പോയിന്റിൽ നമ്മൾക്ക് ഏതൊക്കെ പോയിന്റിൽ മാർക്കറ്റിൽ അനാലിസിസ് ചെയ്യണം എന്നുള്ളതിൽ, അങ്ങനെ മാർക്കറ്റിൻ്റെ ഓരോ കറൻസി പെയേഴ്സിനായിക്കോട്ടെ, ആ ഒരു കറൻസി പെയേഴ്സിനെ അനാലിസിസ് ചെയ്യണമല്ലോ. അനാലിസിസ് ചെയ്തുമായി അവിടെയാണ് നമ്മൾ എൻട്രി ചെയ്യുക. അങ്ങനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. അതേസമയം അനാലിസിസ് ചെയ്ത് വെച്ചു ആ ഒരു പോയിന്റിൽ, പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് എൻട്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ MT5 പോകും. MT5 പോയതിന് ശേഷം MT5 നമ്മൾ എന്ത് ചെയ്യുക? എൻട്രി ചെയ്യുക. എൻട്രി പ്ലേസ് ചെയ്യുക എവിടെയായിരിക്കും? MT5 എങ്ങനെ MT5 യൂസ് ചെയ്യണം, എന്താണ് ട്രേഡിംഗ് വ്യൂ എന്നുള്ളതൊക്കെ പോകെ നിങ്ങൾക്ക് മനസ്സിലാകും. സോ എന്താണ് അൽപാരി എന്ന് പറയുന്നത്? അൽപാരി എന്ന് പറയുന്നത് അതൊരു ബ്രോക്കറാണ്. അവിടെ നമുക്ക് UPI ട്രാൻസാക്ഷൻ വഴി മണി ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും സാധിക്കും. അതേപോലെ കുറേയധികം മലയാളി സപ്പോർട്ടേഴ്സും അവിടെയുണ്ട്. സോ നമ്മൾക്ക് ഈ ഏറ്റവും സിമ്പിളായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി തന്നെ ബ്രോക്കറാണ് അൽപാരി എന്ന് പറയുന്നത്. സോ ഇന്നിവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ചും അതേപോലെ MT5 കുറിച്ചുമാണ്. സോ നേരെ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ എവിടെയാണോ നിങ്ങൾക്ക് ലഭിക്കും. സോ നിങ്ങൾക്ക് ഇനി പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ നേരെ ഗൂഗിൾ പോയി ട്രേഡിംഗ് വ്യൂ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. സോ ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ, നമ്മുടെ വിൻഡോസിൽ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇത് ഇങ്ങനെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല ഒരു ആൾ ആദ്യം ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ഉണ്ടാവുക. ഇവിടെ ഫുള്ള് റെഡ് ആൻഡ് ഗ്രീൻ ബാർസേക്കാണ് ഉണ്ടാവുക. സോ എങ്ങനെ ഈ ഒരു ചാർട്ടിലേക്ക് ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ ഡോണ്ട് വെറി. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ലെഫ്റ്റിൽ ടോപ്പ് സൈഡിൽ ഞാൻ ഇവിടെ മൗസ് പോയിന്റർ വെച്ച് കൊടുത്ത് കണ്ടോ ഇവിടെ GBP USD എഴുതിക്കണേ. അവിടെയാണ് നമ്മൾ പേഴ്സ് സെലക്ട് ചെയ്യുന്നത്. എന്താണ് കറൻസി പേഴ്സ് എന്ന് ഇനി നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അതേപോലുള്ള കറൻസി പേഴ്സ് സെലക്ട് ചെയ്യുന്നത് എവിടെയാണ്? റൈറ്റിലെ കോർണറിലെ ആ ഒരു ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പേഴ്സ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ പെട്ടെന്ന് പറയുകയാണ് EURUSD എടുക്കുക പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഈ ടോപ്പിൽ ആ കോർണറിലേക്ക് പോകുന്നു. അവിടെ ഏതാണോ ഉള്ളത് ആ പേഴ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ EURUSD എന്ന് ടൈപ്പ് ചെയ്യുന്നു. EURUSD ഏതെങ്കിലും ഒരു EURUSD ചാർട്ട് എടുക്കുന്നു. ഇങ്ങനെ വേണം എന്ത് ചെയ്യുക? ഇങ്ങനെ ഓരോ പേഴ്സിനെ സെലക്ട് ആക്കാൻ വേണ്ടി. സോ പേർ സെലക്ഷൻ എല്ലാവർക്കും മനസ്സിലായോ? ഇവിടെ കാണുന്ന ഓരോന്നും ടൈം ഫ്രെയിംസ് ആണ്. സോ എന്താണ് ടൈം ഫ്രെയിം? ടൈം ഫ്രെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ കണ്ടോ 1 ഡേ എന്ന് പറയുന്നത് ടൈം ഫ്രെയിം കണ്ടോ? അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ കാണുന്ന ഓരോ ക്യാൻഡിൽസ് ഫോം ചെയ്ത് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഡേ സമയമാണ്. അതായത് ഈ ക്യാൻഡിൽ ഫോം ചെയ്തത് എന്നാ? വെനസ്ഡേ 17 വെനസ്ഡേ 17 തുടങ്ങുമ്പോൾ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നു. ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണ്? വെനസ്ഡേ 17 പിന്നെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ 18 ഓപ്പൺ ചെയ്യുക. ഇതിലൂടെ എന്ത് മനസ്സിലായി? ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യാൻ ഒരു ഡേ ടൈം ഫ്രെയിമിന്റെ ആവശ്യം വന്നു. അതേപോലെയാണ് 4 അവർ. ഒരു ക്യാൻഡിലുള്ള ഓരോ ക്യാൻഡിൽസ് റെപ്രസെന്റ് ചെയ്യുന്നത് 4 മണിക്കൂറിനെയാണ്. ഈ ഒരു ക്യാൻഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത് 4 മണിക്കൂറിനെയാണ്.
ഈ ഒരു ക്യാൻഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത് 4 മണിക്കൂറിനെയാണ്. ഈ ഒരു ക്യാൻഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത് 4 മണിക്കൂറിനെയാണ്. സോ ഒരു ക്യാൻഡിൽ തുടങ്ങി എൻഡ് ആവാനുള്ള സമയം 4 മണിക്കൂറാണ് ഇൻ 4 hour ടൈം ഫ്രെയിമിൽ. ഇനി 1 hour ഓരോ ക്യാൻഡിൽസ് ഫോം ചെയ്ത് എൻഡ് ചെയ്യാൻ എത്ര മണിക്കൂർ എടുക്കും? 1 മണിക്കൂർ എടുക്കും. ഇനി 1 minute ആവുമ്പോഴോ ഓരോ ക്യാൻഡിൽസ് ഫോം ചെയ്ത് എൻഡ് ചെയ്യാൻ എത്ര സമയം എടുക്കും? 1 minute മതിയാകും. ഇനി എങ്ങനെയാണ് നമ്മൾക്ക് ഇതേപോലെ ഇപ്പോൾ ഇത്ര ടൈം ഫ്രെയിം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ കാണുന്ന ഒരു ആരോ മാർക്ക് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായ ടൈം ഫ്രെയിം ഇവിടെ സെലക്ട് ചെയ്യുക. 1 minute ആണെങ്കിൽ അവിടെ സ്റ്റാർട്ട് വെക്കുക. ഇനി ഞാൻ ഇവിടെ ആഡ് ചെയ്യാത്തൊരു ടൈം ഫ്രെയിം ഇവിടെ 3 month ആഡ് ചെയ്തിട്ടില്ല. എന്ത് ചെയ്യുന്നു? 3 month ആഡ് ചെയ്താൽ എന്ത് സംഭവിച്ചു? ഇവിടെ കണ്ടോ 3 month വന്നു. ഈ 3 month എടുത്താൽ ഇതിൽ കാണുന്ന ഓരോ ക്യാൻഡിൽസ് 3 മാസത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 3 മാസത്തെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ടൈം ഫ്രെയിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ. ഇവിടെ കാണുന്ന ക്യാൻഡിൽസ് എന്താണെന്ന് മനസ്സിലായോ? ഈ ക്യാൻഡിൽസ് ഇവിടെ ബാർ ക്യാൻഡിൽ ഉണ്ട്, ക്യാൻഡിൽസ് ഉണ്ട്, ഹോളോ ക്യാൻഡിൽ ഉണ്ട്, ലൈൻ ചാർട്ട് ഉണ്ട്. അതേപോലെയുള്ള ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ കാണുന്ന ഓരോ ക്യാൻഡിൽസ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കണം. ഇപ്പോൾ ബാർ ചാർട്ട് ആണെങ്കിൽ ഇങ്ങനെ ബാർ ആയിട്ടേക്കണം കാണുക, ലൈൻ ചാർട്ട് ആണെങ്കിൽ ലൈൻ ആയിട്ടേക്കണം കാണുക. നമ്മൾക്ക് ICTയിലോ നമ്മൾ പ്രൈസ് ആക്ഷനോ യൂസ് ചെയ്യുമ്പോൾ ഏത് ചാർട്ട് ഉപയോഗിക്കുക? ക്യാൻഡിൽസ് ആണ് യൂസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി പറയുകയാണെങ്കിൽ എന്ത് വേണം? ഇവിടെ കാണുന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇൻഡിക്കേറ്റേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാകും. ഇവിടെയാണ് SMA ആയിക്കോട്ടെ, മൂവിങ് ആവറേജ് ആയിക്കോട്ടെ, അതേപോലെ അല്ലെങ്കിൽ വോളിയം ചാർട്ട് ആയിക്കോട്ടെ, അതേപോലെയുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഇവിടെയാണ് സെലക്ട് ചെയ്യുക. ഇനി നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യാം? ഈ വലത്തെ ഭാഗത്ത് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കോർണറിൽ എന്ത് ചെയ്യുക? വാച്ച് ലിസ്റ്റ് കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മൾക്ക് ആവശ്യമായ പെയേഴ്സിനെ ആഡ് ചെയ്യുക. എന്തിനാണ് പെയേഴ്സിനെ ആഡ് ചെയ്യുന്നത്? ഇവിടെ പോയി ഓരോ പെയേഴ്സ് ക്ലിക്ക് ചെയ്ത് എടുക്കുന്നതിന് പകരം നമ്മൾ നേരെ വരുന്നു, ചാർട്ടിലേക്ക് പോകുന്നു, ആ റൈറ്റ് കോർണറിൽ ക്ലിക്ക് ചെയ്യുന്നു, വാച്ച് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾക്ക് ഇഷ്ടമുള്ള പെയേഴ്സ് എടുക്കുന്നു. ഞാൻ പറഞ്ഞു തരാം, ടഫായില്ലാന്ന് കരുതുന്നു. റൈറ്റ് കോർണറിൽ ടോപ്പിലായിട്ടാണ് വാച്ച് ലിസ്റ്റ് വരുന്നത്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? പെയേഴ്സിനെ ആഡ് ചെയ്യാനാണ്. ഞാനിവിടെ പുതിയൊരു പെയേഴ്സിനെ ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിൽക്കുന്നു. GBP/USD ആഡ് ചെയ്യുന്നെങ്കിൽ GBP/USD എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് നോക്കുന്നു? ഇവിടെയുള്ള പെയേഴ്സിന്റെ ഇപ്പോൾ ഇവിടെ പ്ലസ് ഐക്കൺ പോലെ കണ്ടോ? ഇപ്പോൾ ഈ GBP/USDന്റെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഈ GBP/USD ഇതേപോലെ ഇവിടെ വരും. ഇവിടെ അല്ലെങ്കിൽ ഡൗൺ സൈഡിലായിട്ട് വരും. ഇത്രയും പെയേഴ്സ് നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഏതൊക്കെ പെയേഴ്സ് ആണ് എന്ന് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇന്ന് എത്തുന്നതാണ്. സോ ഇവിടെയാണ് അലേർട്സ് എന്ന് പറയുന്നത്. അലേർട്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു പോയിന്റിലേക്ക് പ്രൈസ് എത്തുകയാണെങ്കിൽ ഇവിടുന്ന് റിയാക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ അനാലിസിസ് ചെയ്ത് മനസ്സിലാക്കും. എങ്ങനെ അനാലിസിസ് ചെയ്യാം? വരും വീഡിയോസിൽ അത് മനസ്സിലാകും. നിങ്ങളിപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് എത്തുകയാണെങ്കിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ അലേർട്ട് ഇട്ട് വെച്ചു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടികൾ ചെയ്യാം, പുറത്ത് ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാം, എന്തും ചെയ്യാം. പക്ഷേ ഈ ഒരു പോയിന്റിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൽ ഓട്ടോമാറ്റിക്കലി അലേർട്ട് ആകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെറുതെ ചാർട്ടിൽ നോക്കുമ്പോൾ പ്രൈസ് ആ ലെവലിലേക്ക് എത്തിക്കണേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള കൺഫർമേഷൻ എൻട്രി ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ലെവലിൽ നിന്ന് എൻട്രി എടുക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ അലേർട്സിനെ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇനി നമ്മൾക്ക് ആവശ്യമായ ടൂൾസ് ആണ് ഇടത്തെ ഭാഗത്ത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ടൂൾസ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തേത് ക്രോസ് ആണ്, അതായത് മൗസ് പോയിന്റർ. ഞാനിപ്പോൾ ഇങ്ങനെ മൗസ് പോണില്ലേ, ആ മൗസ് പോയിന്ററാണ് അത് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ കാണുന്ന ട്രെൻഡ് ലൈൻസ്. എന്തിനാ ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു തരാം. ഇവിടേക്ക് നോക്കൂ, പ്രൈസ് എന്ന് സംഭവിച്ചത് ഇതേപോലെ ഇവിടെ ടാപ്പ് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു, വീണ്ടും വന്ന് റീടെസ്റ്റ് ചെയ്തു, പ്രൈസ് പോയി. ഇതേപോലെ 2 പ്രൈസസ്. അത് ഇനി ഇതന്നെ ആവണമെന്നില്ല, ഞാൻ കാട്ടിത്തരാം. പ്രൈസിനെ നമ്മൾ വെറുതെ ഇവിടെ കാണുന്ന ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് എത്തി എന്നറിയിക്കാൻ വേണ്ടി 2 പ്രൈസ് പോയിന്റിലേക്ക് നമ്മൾ കരുതിയ ലെവലിലേക്ക് എത്തി എന്നറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ന് പറയുന്നത് ലൈൻ അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. അതേപോലെ കുറേ അധികം ടൂൾസ് ഇവിടെയും കാണാൻ സാധിക്കും. ഈ ഒരു ടൂൾസിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സ്റ്റാർ ബട്ടൺ കണ്ടോ? അതിലേക്കാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റ് ഇവിടെ ഉണ്ടാക്കുന്നത്. എന്തിനീ ലിസ്റ്റ് ഉണ്ടാക്കണം? നമ്മൾ
നേരത്തെ വാച്ച് ലിസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഓരോ സംഭവം ഓരോന്നും സെലക്ട് ചെയ്ത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ടൂളൊക്കെയാണ് ആവശ്യം, പാരൽ ചാനലൊക്കെയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോകുന്നു, പാരൽ ചാനൽ നിൽക്കുന്നു, അങ്ങനെയൊക്കെ നിൽക്കുന്നതിന് പകരം ഈ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ ഈ ഒരു സ്റ്റാർ കണ്ടോ, അത് ഓരോന്നും ഉണ്ടാവും. ഇപ്പോൾ ഈ റേ ആണ് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ റേയിൽ റൈറ്റ് സൈഡ് കാണുന്ന ഈ ഒരു സ്റ്റാറിലേക്ക് ക്ലിക്ക് ചെയ്താൽ അതിവിടെ ആകും, അതിവിടെ ലിസ്റ്റിലേക്ക് വരും. ഇനി അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു ക്ലിക്ക് മാറി ചെയ്താൽ മതി, ആ ലിസ്റ്റിൽ നിന്ന് പോകുന്നതാണ്. ഇത്രയേ ഉള്ളൂ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇതിലേക്ക് പരിചയമാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കും. ഇനിയായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് MT5, എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് നേരെ MT5ലേക്ക് പോകാം.